കേരള NGO ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ജൂലൈ 29-ന് സംസ്ഥാനത്ത് 51 കേന്ദ്രങ്ങളിലേക്ക് ജീവനക്കാരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ധർണയ്ക്ക് ആധാരമായി 8 ഡിമാൻഡുകളാണ് സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിനെ ആസ്പദമാക്കി വിവിധങ്ങളായ ക്യാമ്പയിൻ പരിപാടികൾ ഇതിനോടകം സ്ഥാപനങ്ങളിലും പൊതുവിടങ്ങളിലും നടത്തി വരികയാണ്. അത്തരം ക്യാമ്പയിനുകളുടെ ഭാഗമായാണ് നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണത്തിനും സംഘടന തയ്യാറെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ പ്രക്ഷോഭത്തിന് ആധാരമായി ഉയർത്തിയിട്ടുള്ള ഡിമാൻഡുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ലഘു പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ജനപക്ഷ ബദൽ നയങ്ങളും സിവിൽ സർവീസും എന്നതാണ്. ഇവിടെ ജനപക്ഷ ബദൽ നയങ്ങളെ സംബന്ധിച്ച് അത് ശാക്തീകരിക്കേണ്ടതിനും അതിൽ പങ്കാളികളാവേണ്ടതിനും ജീവനക്കാർ അതിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഡിമാൻഡിൽ ഉന്നയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായാണ് കേരള NGO അതിനെ കാണുന്നത്. ജനപക്ഷ ബദൽ നയങ്ങൾ നാടിനാകെ ആവശ്യമുള്ളതാണ്. ആ നയത്തെ ആസ്പദമാക്കിയുള്ള ഭരണ നടപടികളാണ് ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനുമൊക്കെ നിദാനമാവുക. അതെല്ലാം നിർവഹിക്കുന്ന സംവിധാനമാണ് സിവിൽ സർവീസ്. തീർച്ചയായും ആ നയം ജനങ്ങൾ നാടിന് എങ്ങനെയെല്ലാം അത് ബാധകമാവുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് സിവിൽ സർവീസിനെ എങ്ങനെയെല്ലാം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഞങ്ങളത് ഉയർത്തിയിട്ടുണ്ട്. ഈ ബദൽ നയങ്ങളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഡിമാൻഡിൻ്റെ ഭാഗമായി ഉയർത്തിയിട്ടുള്ളത് ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാവുക എന്നതാണ്. നവകേരളം എന്ന വാക്ക്, ആ പ്രയോഗം ഇന്ന് കേരളീയ സമൂഹം നന്നായി പരിചയപ്പെട്ടു കഴിഞ്ഞു. നവകേരളത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പുറകോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ നാട് എവിടെയായിരുന്നു എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വളരെ ദുരിതപൂർണമായ ജീവിത സാഹചര്യമുണ്ടായിരുന്ന നമ്മുടെ ഭൂതകാലം, അതിനെയെല്ലാം മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ജാതീയമായ അടിച്ചമർത്തലുകളുടെ, മറ്റ് തൊഴിൽപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ആ പഴയ കാലഘട്ടത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നവോത്ഥാനാശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമുന്നതരായ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. ആ നവോത്ഥാന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പല തട്ടുകളിലൂടെ, പല കാലഘട്ടങ്ങളിലൂടെ കടന്നാണ് കേരളം ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തിയത്. നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ചിട്ട ഈ മണ്ണിലാണ് 1956 ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷം അധികാരത്തിൽ വന്ന ഒന്നാം EMS ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, തീർച്ചയായും ആ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങൾ കേരളത്തിലെ ബഹുമുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അടിത്തറ പാകുന്നതായിരുന്നു. അത് ഭൂപരിഷ്കരണമാവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങളാവട്ടെ, തൊഴിൽ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകളാവട്ടെ, ഞാൻ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ആ നിലയിൽ നടത്തിയിട്ടുള്ള വലിയ ചലനം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മനുഷ്യരുടെ, കേരളീയരുടെ ജീവിതത്തിൽ വലിയ പുരോഗതി സൃഷ്ടിക്കുന്നതിന് അടിത്തറ പാകുന്ന നീക്കമാണ്, ഭരണ നടപടികളാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത്. തുടർന്ന് 57-ന് ശേഷം 67-ലും 80-ലുമൊക്കെ ആ ദിശയിലുള്ള ജനങ്ങളുടെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള വിവിധ പരിപാടികൾ നടപ്പാക്കിയിരുന്നു. രാജ്യത്താകെയും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൃഷിക്കാരുടെ വളർച്ചയ്ക്ക് വേണ്ടി, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി, പഞ്ചവത്സര പദ്ധതികളിലൂടെ ഒക്കെ നടപ്പാക്കിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ, അതിനോടെല്ലാം ചേർന്ന് നമുക്ക് പരിശോധിച്ച് പോകാൻ കഴിയുന്നതാണ്. തീർച്ചയായും ആ കാലഘട്ടത്തിൽ ആധുനിക ജീവിത സാഹചര്യത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് ആ കാലഘട്ടങ്ങളിലെ ഗവൺമെൻറ് വഹിച്ചത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. എന്നാൽ 1990-കളിലോടുകൂടി വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരുകൾ പിന്മാറുക എന്ന ആശയമാണ് ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കപ്പെട്ടത്.
ലോക മുതലാളിത്തം അത് ലോകത്തെമ്പാടും നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് 70കളുടെ അവസാനം മുതൽ നമുക്ക് കാണാൻ കഴിയുക. 90കളിൽ നമ്മുടെ രാജ്യത്ത് ആ നയം നടപ്പാക്കിയപ്പോൾ നവോദാരവൽക്കരണ നയം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ട അതിനെ എല്ലാ മേഖലകളിൽ നിന്ന് സർക്കാർ പിന്മാറുക, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത് വിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ചുമതലയിൽ നിന്ന് സർക്കാർ പിന്മാറുക, കാർഷിക മേഖലയിൽ സർക്കാരിൻ്റെ ഇടപെടലുകളിൽ നിന്ന് പിന്മാറുക, പൊതുസേവന രംഗത്ത് നിന്ന് ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സേവന മേഖലകളെ ഗവൺമെൻറ് പിന്മാറുന്നു, ആ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ അവസരം കൊടുക്കുന്നു. എല്ലാ മേഖലകളിൽ നിന്നും സർക്കാരിൻ്റെ പിന്മാറ്റം ഉറപ്പാക്കാനും കമ്പോളത്തിന് വിട്ടുകൊടുക്കാനുമുള്ള നയമാണ് ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടത്. ഇങ്ങനെ പരിശോധിച്ചാൽ ബാങ്കിങ് മേഖലയിൽ നടപ്പാക്കിയത്, നമ്മുടെ ടെലികോം മേഖലയിൽ സർക്കാരിൻ്റെ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ രംഗം സ്വകാര്യവൽക്കരിക്കാൻ അവസരമുണ്ടാക്കുന്നു. നമ്മുടെ തപാൽ വകുപ്പ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്പനിയാക്കുന്നു. BSNL-ഉം VSNL-ഉം MTNL-ഉം ആക്കുന്നു. ഇന്ന് BSNL പൂർണ്ണമായും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്ഥാപനം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇൻഷുറൻസ് മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് കാർഷിക മേഖലയിലുള്ളതുപോലെ വ്യാവസായിക മേഖലയിലാകെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച ഇത്തരം നയങ്ങളുടെ ഭാഗമായി സ്വീകരിക്കുന്ന, അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്ന നയമാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. ആ പിന്നാക്കം രാജ്യത്ത് ഈ നയമൊന്നും നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ല എന്നതിലേക്കാണ് മാറിയത്. അതിൻ്റെ ഭാഗമായ പ്രതിസന്ധിയാണ് രാജ്യത്ത് ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ രൂക്ഷമായി, വിപണിയിൽ ഇടപെടേണ്ട സർക്കാർ വിപണിയിൽ ഇടപെടാതിരിക്കുമ്പോഴാണ് വിലക്കയറ്റം കൂടുന്നത്. രാജ്യത്ത് ഏറ്റവും ഉയർന്ന വിലക്കയറ്റത്തിലേക്ക് പോകുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നു, സാമ്പത്തിക നില വളരുന്നില്ല. ഇതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നവോദാരവൽക്കരണ നയം വലിയ കെടുതികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുകയല്ല, വളരെ ന്യൂനപക്ഷത്തിൻ്റെ മാത്രം, നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ന്യൂനപക്ഷത്തിൻ്റെ അവരുടെ വളർച്ച അതിവേഗതയിൽ വരികയും മഹാഭൂരിപക്ഷവും കൂടുതൽ ജീവിത സാഹചര്യം ദുരിതത്തിലേക്കാവുന്നു. ഇതിനെ ചെറുക്കാനാണ് രാജ്യത്ത് തൊഴിലാളികൾ നടത്തുന്ന പ്രക്ഷോഭം. ഈ കഴിഞ്ഞ പണിമുടക്കിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ തൊഴിലാളി സംഘടന തൊഴിലാളികളുടെ ഐക്യപ്രക്ഷോഭം ഉയർത്തിയിട്ടുള്ളത് ഈ ഉദാരവൽക്കരണ നയം സൃഷ്ടിച്ച കെടുതികളെ അത് തിരുത്തുന്നതിന് വേണ്ടിയാണ്, നയം തിരുത്തുന്നതിന് വേണ്ടിയാണ് ആ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിലെല്ലാം കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്തിട്ടുമുണ്ട്. ആ പണിമുടക്കും കേരളത്തിൽ, ഈ കഴിഞ്ഞ പണിമുടക്കും കേരളത്തിൽ സമ്പൂർണ്ണമാക്കാൻ നമുക്ക് സാധിച്ചു. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ നയത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നതാണ് സമൂഹത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമാക്കുന്ന, സർവ്വതോന്മുഖമായ വികസനം ലക്ഷ്യമാക്കുന്ന, എല്ലാവരുടെയും അവകാശം സംരക്ഷിക്കാൻ, തൊഴിലാളികളുടെ, കൃഷിക്കാരുടെ, വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, നാടിൻ്റെ ആകെ വികസനം ഉറപ്പാക്കണം എന്ന നിലപാട് സ്വീകരിക്കണമെങ്കിൽ അത് നവോദാരവൽക്കരണ നയത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കണം, അതിന് ബദലായ നിലപാട് സ്വീകരിക്കണം. ആ നിലപാടാണ് 1990-കൾക്ക് ശേഷം കേരളത്തിലെ നയം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളാണ് ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും തൊഴിലിനും സാമൂഹ്യക്ഷേമത്തിനുമൊക്കെ മുൻതൂക്കം നൽകുന്ന പ്രവർത്തനങ്ങൾ 57 മുതൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബദൽ നയങ്ങളുടെ ഭാഗമായി നവോദാരവൽക്കരണത്തെ ചെറുക്കുക മാത്രമല്ല, പുതിയ തലമുറ പ്രശ്നങ്ങളെ കൂടി അഭിസംബോധന ചെയ്യുക എന്ന വലിയ വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പുതിയ രൂപമാണ്, പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ട ബദൽ നയങ്ങളുടെ ഭാഗമായി കേരളത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ, ഇന്നലകളിൽ സൃഷ്ടിച്ച വികസനത്തെ നിലനിർത്താനും പുതുതലമുറ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും കഴിയുന്ന ബഹുമുഖമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. അവരുടെ വിദ്യാഭ്യാസം കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്കുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. വിദ്യാഭ്യാസം നേടിയവർക്ക് തൊഴിൽ സൃഷ്ടിക്കണം. പശ്ചാത്തല വികസനം കൂടുതൽ ശക്തിപ്പെടുത്തണം. കാർഷിക മേഖല ശക്തിപ്പെടുത്തണം. എല്ലാ മേഖലകളിലും കൂടുതൽ വികസനം ഉറപ്പാക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ ബദൽ നയങ്ങളിലൂടെ രാജ്യത്താകെ സ്വീകരിച്ച നവോദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച
നടപടിയുടെ ഭാഗമായ പിന്നോക്കാവസ്ഥയാണെങ്കിൽ ആ പിന്നോക്കാവസ്ഥയെ മറികടക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ബദൽ നയങ്ങളിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നവകേരളം നിർമ്മാണം എന്ന ആശയത്തിൽ കേരളത്തിനെ ഒരു മധ്യ വരുമാന രാഷ്ട്രത്തോടൊപ്പം കേരളത്തിൻ്റെ ജീവിത പുരോഗതി എത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളാകെ നടത്തുന്നതിന് നമ്മുടെ തനത് വരുമാനത്തിനപ്പുറത്തുള്ള കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സമ്പത്ത് കണ്ടെത്തിക്കൊണ്ട് ഫണ്ട് ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ മേഖലയിലും കൂടുതൽ നിക്ഷേപം ഉറപ്പാക്കിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ എല്ലാ തരത്തിലുമുള്ള വ്യക്തിഗതവും സാമൂഹികവുമായ പുരോഗതി സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് നീക്കം വെച്ചിട്ടുള്ളത്. കിഫ്ബിയുടെ ഭാഗമായി തന്നെ നാം ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 90,000 കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിക്കുകയും ഒട്ടേറെ പദ്ധതികൾ പൂർത്തിയാക്കുകയും ബാക്കിയുള്ളവ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് കേരളത്തിനൊരു പുതിയ മാതൃകയായിരുന്നു. ജനപക്ഷ ബദൽ നയങ്ങളുടെ ഭാഗമായി ഇന്നലകളിൽ പ്രതിരോധിക്കുക മാത്രമല്ല, നവോദാരവൽക്കരണ നയവും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കുക മാത്രം കൊണ്ട് മതിയാവില്ല. പുതിയ സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ പുതിയ മാർഗങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായാണ് ഇവിടെ കിഫ്ബിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. IT മേഖലയിൽ കൂടുതൽ മധ്യവർഗ വിഭാഗം ആളുകളെല്ലാം തൊഴിലിനായും വികസന രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുന്നതാണ് IT സെക്ടർ. IT സെക്ടറിലെ ഇന്ത്യയിലെ വിവിധ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ നടന്ന IT വികസനത്തെ പലപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ താരതമ്യം ചെയ്യാറൊക്കെയുമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് IT രംഗത്ത് ഏറ്റവും വലിയ ചുവടുവയ്പ് തുടക്കം കുറിച്ചത് ടെക്നോ പാർക്കിലൂടെ കേരളത്തിൽ EK നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ അതിനെ അതേ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ വളർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിൽ ബാംഗ്ലൂരും ഹൈദരാബാദും അതുപോലുള്ള മറ്റു പല സൈബർ സിറ്റികളെല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായി. പക്ഷേ സമീപകാലത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കിയ ഒരു സംസ്ഥാനമായി കേരളം മാറി. അങ്ങനെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ കൂടുതൽ വർദ്ധിക്കുന്നു, IT മേഖലയിൽ കൂടുതൽ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ വലിയൊരു മാറ്റം IT രംഗത്തുണ്ടാക്കാൻ സാധിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഡിജിറ്റൽ സയൻസ് പാർക്ക് നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. ജീനോം ഡാറ്റാ സെൻറ്റർ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം തുടങ്ങി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ ചലനങ്ങളെ ഈ കേരളീയ സമൂഹത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ, അതിൻ്റെ ഭാഗമായ ഗവേഷണ രംഗത്ത് കൂടുതൽ വളർച്ചയുണ്ടാക്കുന്നതിനെ ഉപയോഗപ്പെടുത്താൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. 3 സയൻസ് പാർക്കുകളാണ്, ഏതാണ്ട് 600 കോടി രൂപയിലേറെ നിക്ഷേപമുള്ള 3 സയൻസ് പാർക്കുകളാണ് നമുക്ക് കേരളത്തിൽ തുടങ്ങാൻ സാധിച്ചത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായും അത് സേവന രംഗത്തുൾപ്പെടെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക മേഖലയിൽ എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ സോഫ്റ്റ്വെയർ മേഖലയിൽ പുതിയ ഇടപെടലുകൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയുടെ ഭാഗമായി ഉണ്ടായി. വ്യാവസായിക മേഖലയിൽ കേരളം എപ്പോഴും പുറകിലായിരുന്നു. വ്യാവസായിക രംഗത്ത് കേരളത്തിൽ ഉണ്ടായ സാമൂഹ്യ വികസനം എടുക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ വ്യവസായ വളർച്ച കേരളത്തിനുണ്ടാവുന്നില്ല. ഏതൊരു സമൂഹവും മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതവും അടിസ്ഥാനവുമാണ് വ്യാവസായിക രംഗത്തെ വളർച്ച. അത് സൃഷ്ടിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതിൽ, സമ്പത്തുൽപാദന പ്രക്രിയയിൽ വ്യാവസായിക മേഖലയുടെ മുന്നേറ്റത്തിന് വലിയ പ്രധാനം ചെയ്യാനുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ടുമൊക്കെ നിൽക്കുകയാണ്. പലപ്പോഴും വ്യവസായ നിക്ഷേപ സൗഹൃദമല്ല നമ്മുടെ നാട് എന്നതായിരുന്നു ആക്ഷേപമുണ്ടായിരുന്നത്. അതിൽ വലിയ മാറ്റമാണ് ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഉണ്ടായത്. 2016 വ്യവസായ വളർച്ച 12% അത് 17% അതിൻ്റെ വളർച്ചാ നിരക്ക് മാറി. മാനുഫാക്ചറിങ് സെക്ടറിൽ 2016 9.8% ഉൽപ്പാദന മേഖലയുടെ സംഭാവനയെങ്കിൽ അത് 14% വർദ്ധിച്ചു. എല്ലാ നിലയിൽ നോക്കിയാൽ സംരംഭകത്വം, അതിനുവേണ്ടി പ്രത്യേക ക്യാമ്പയിനുകൾ, അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള വർധനവ് നമുക്ക് സൃഷ്ടിക്കാൻ ഏതാണ്ട് 3.5 ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിച്ചു. 28ാം സ്ഥാനത്ത് നിന്നാണ് വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി. അതിൻ്റെ 1ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ 28ൽ നിന്നാണ് വന്നത്. അത് അതിവേഗതയിൽ ആ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ
അതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഗ്രീൻ ചാനൽ സംവിധാനം കൊണ്ടുവരുന്നത്, അതിനാവശ്യമായ ഭരണപരമായ നടപടിക്രമങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം അതിൻ്റെ ഭാഗമായി നമുക്ക് സാധിക്കാൻ കഴിഞ്ഞു. വലിയ നിക്ഷേപവും അതിൻ്റെ ഭാഗമായി വന്നു. പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതിൻ്റെ മാതൃക നാം ഈ കാലഘട്ടത്തിൽ കാണുകയുണ്ടായി. നമ്മുടെ ഗതാഗത സംവിധാനത്തിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ബാധ്യതയാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് കേരളം ഏറ്റെടുക്കേണ്ടി വന്നത്. 5580 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നൽകേണ്ടി വന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ആ ബാധ്യതയുണ്ടായില്ല. തീർച്ചയായും ഗതാഗത സംവിധാനത്തിൽ വലിയ മാറ്റം. അത് നാഷണൽ ഹൈവേ മാത്രമല്ല, മലയോര പാതയും തീരദേശ പാതയും വരുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഒന്നും കണക്കുകളിലേക്ക് കടക്കുന്നില്ല. ആ നിലയിൽ ഗതാഗത സംവിധാനത്തിൽ വരുത്തിയ മാറ്റം പശ്ചാത്തല സൗകര്യങ്ങളെ ആകെ വികസിപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമാണ്. അത് ടൂറിസം രംഗത്തെ നമുക്ക് സഹായിക്കുന്നുണ്ട്, വ്യാവസായിക മേഖലയെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഊർജോൽപാദനവും ഇതിൻ്റെ ഭാഗമായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. കേരളത്തിന് പവർ കട്ടില്ല. ആ നിലയിൽ മറ്റേത് സംസ്ഥാനത്തും വ്യത്യസ്തമായി ഊർജത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ വികസനമാണ്. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ തുറമുഖം അത് യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി അടിസ്ഥാന സൗകര്യ മേഖലയിൽ തുറമുഖ രംഗത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു. ഇതും സേവന രംഗത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള സേവന മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ 31 അന്തർദേശീയ അംഗീകാരങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ലഭിച്ചത്. പല ആളുകളും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം വീണപ്പോൾ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ തകർന്നു എന്ന് ആക്ഷേപിക്കാനാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റം കേരളീയ ജനസമൂഹം തൊട്ടറിഞ്ഞതാണ്. തങ്ങളുടെ ജീവനെ നിലനിർത്തുന്ന ആരോഗ്യ സംവിധാനം ഇന്ത്യയിൽ ലോകത്തൊരു രാജ്യത്തും നൽകാൻ കഴിയാത്ത സുരക്ഷയാണ് കോവിഡ് കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നമുക്ക് നൽകിയത് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരോഗ്യ മേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും സർക്കാർ പിന്മാറുമ്പോൾ ആരോഗ്യ മേഖലയിൽ ശക്തിപ്പെടുത്താൻ ജനങ്ങൾക്ക് തങ്ങളുടെ താമസിക്കുന്ന പഞ്ചായത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ആതുര സേവന രംഗം ശക്തിപ്പെടുത്തുകയാണ്. അവയവ മാറ്റം ഉൾപ്പെടെയുള്ള ചികിത്സ എല്ലാ ജില്ലകളിലേക്കും വിപുലീകരിക്കുന്ന നിലയിൽ, ജില്ലാ ആശുപത്രികളിൽ പോലും അത് ലഭിക്കുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് വന്നതിനെ നാം ശരിയായി വിലയിരുത്തി മനസ്സിലാക്കി അതിനെ സംരക്ഷിച്ച് ശക്തിപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖല വലിയ മാറ്റമാണ്. 5000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഏതാണ്ട് 580 കെട്ടിടങ്ങളാണ് അതിൻ്റെ ഭാഗമായി. 973-ൽ 550 പൂർത്തീകരിച്ചു. ഇനി 423 എണ്ണം കൂടി പൂർത്തീകരിക്കാനുണ്ട്. തീർച്ചയായും ബദൽ നയങ്ങളുടെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കപ്പെട്ടത്. ഈ അധ്യയന വർഷവും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അതിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ജ്ഞാന സമൂഹമാക്കുക എന്ന വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സർവകലാശാലകൾ ഇന്ന് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാവുന്ന സ്ഥാപനങ്ങളായി മാറി. NIRFൻ്റെ സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ കേരള സർവകലാശാല 9-ാം സ്ഥാനത്ത്, കുസാറ്റ് 10, MG യൂണിവേഴ്സിറ്റി 11, കാലിക്കറ്റ് 43. 50 എണ്ണത്തിൻ്റെ പട്ടികയിൽ 4 എണ്ണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ വന്നു. ഇന്ത്യയിലെ മികച്ച കോളേജുകൾ 100 എണ്ണം എടുത്താൽ അതിൽ 16 എണ്ണം, ആദ്യത്തെ 100 എണ്ണത്തിൽ 16 എണ്ണം കേരളത്തിലെ കോളേജുകളായി. കൂടുതലും സർക്കാർ കോളേജും എയ്ഡഡ് കോളേജുകളുമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലപ്പോഴും സ്വകാര്യ കോളേജുകളാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ട് എവിടെയെങ്കിലും നിൽക്കുന്നതെങ്കിൽ നമ്മുടെ സർക്കാർ കോളേജുകൾ, നമ്മുടെ എയ്ഡഡ് കോളേജുകൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന അന്തർദേശീയ നിലവാരം പുലർത്തുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികൾ ഈ സർവകലാശാലയിൽ, വിദേശ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ലക്ഷ്യം വെച്ച് ഇങ്ങോട്ട് വരുന്ന മാറ്റമുണ്ടാക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം, പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാറ്റം, ആരോഗ്യ മേഖലയിലെ മാറ്റം, ഇതെല്ലാം
കേരളത്തിൻ്റെ സാമൂഹ്യ വികസന രംഗത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ, സേവന മേഖലകളെ ആകെ ശക്തിപ്പെടുത്തുന്ന നിലപാടുകൾ, അത് കാർഷിക മേഖലയിലും വ്യാവസായിക രംഗത്തെ പോലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭരണപരമായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമുക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകളുണ്ട്. നമുക്ക് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാൻ പട്ടയ മിഷൻ രൂപീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് 4 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയത്. ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. ഡിജിറ്റൽ സർവേ ഏതാണ്ട് പകുതിയോളം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രേഖകൾ കൃത്യമാക്കുന്നു, ഭൂമിയുടെ ഉടമകളാക്കുന്നു. ഭൂമി അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വില്ലേജ് ഓഫീസുകളെയും സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടുതൽ നവീകരിച്ചുകൊണ്ട്, കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ, മത്സ്യബന്ധന മേഖലയിൽ, ഓരോ മേഖല പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം വിശദമായ കണക്കുകളിലേക്ക് പോകുന്നില്ല. വലിയ മാറ്റമാണ് നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ലൈഫ് മിഷൻ്റെ ഭാഗമായി ഏതാണ്ട് 4 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെൻഷൻ. വലിയ ചർച്ച കേരളീയ സമൂഹത്തിൽ പല ഘട്ടങ്ങളിലും അത് വിവാദമാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. ആ ക്ഷേമ പെൻഷനുകൾ 1980-ലാണ് കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്ത് 45 രൂപ പെൻഷൻ കൊടുത്തു തുടങ്ങിയത്. ആ 45 രൂപ പെൻഷനാണ് 1980 ആരംഭിച്ചതാണ് 87-ൽ 60 രൂപയായി വർദ്ധിപ്പിച്ചത്. 96-ൽ അത് 120 രൂപയായി വർദ്ധിപ്പിക്കുന്നു. 96-ന് ശേഷം 2006-ൽ ആ VS അച്യുതാനന്ദൻ ഗവൺമെൻറ് വരുമ്പോഴും ആ 120 തന്നെയാണ്. 28 മാസത്തെ കുടിശ്ശിക മാത്രമാണ് സംഭാവനയായി ഉണ്ടായിരുന്നത്. 2006-ലെ ഗവൺമെൻറ് അത് 500 രൂപയായി വർദ്ധിപ്പിച്ചു. പിന്നീട് വന്ന ഗവൺമെൻറ് 500-ൽ നിന്ന് 100 രൂപ, ചരിത്രത്തിലാദ്യമായി 100 രൂപ വർദ്ധിപ്പിച്ചു. പക്ഷേ ആ ഗവൺമെൻറ് അധികാരം വിട്ടു പോകുമ്പോൾ 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. 34 ലക്ഷം പേർക്കാണ് 2016-ൽ ക്ഷേമ പെൻഷൻ 600 രൂപ വീതം കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് അത് ആ 34 ലക്ഷം 60 ലക്ഷത്തിലേക്ക് വർദ്ധിച്ചു. 1600 രൂപയായി വർദ്ധിപ്പിച്ചു. 2011-16 കാലഘട്ടത്തിൽ 9,000 കോടി രൂപയാണ് അതിനായി ചെലവഴിച്ചതെങ്കിൽ ഇന്നത് 72,000 കോടി രൂപയായി ഉയർത്തി. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു, അതിൻ്റെ ആനുകൂല്യം കൊടുക്കാൻ നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് മിഷൻ്റെ ഭാഗമായി, ക്ഷേമ പെൻഷൻ്റെ ഭാഗമായി, ഭൂമി നൽകുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തി ആരോഗ്യം ഉറപ്പാക്കുന്ന, വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഈ പ്രവർത്തനങ്ങളാകെ നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അതിദാരിദ്ര്യർ ഇല്ലാതാക്കുന്ന വലിയ ലക്ഷ്യമാണ് നടത്തുന്നത്. ഒരു വലിയ ചലനമാണ്, വലിയ മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കണക്കെടുത്തു. കേരളത്തിൽ 64,006 പേരാണ് ദാരിദ്ര്യ വിഭാഗമായ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ടത്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 വർഷമായി നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണുകയാണ്. 52,302 പേരും അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. 93% ആളുകൾ അതിൽ നിന്ന് വിമുക്തമായി എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഈ നയങ്ങളാണ് ജനങ്ങളുടെ ജീവിത അഭിവൃദ്ധി ഉറപ്പാക്കാൻ കഴിയുന്ന, നാടിൻ്റെ സർവ്വതലമായ വികസനം ഉറപ്പാക്കാൻ കഴിയുന്ന നയങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത്, സർക്കാർ ഏറ്റെടുക്കുന്നത്. അത് നടപ്പാക്കുക എന്ന ചുമതല സർക്കാർ ഏറ്റെടുക്കുന്നു എന്നതാണ്. നവോദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കി എല്ലാ മേഖലയിൽ നിന്നും പിന്മാറുന്ന സർക്കാർ നയത്തിൽ നിന്നും വിഭിന്നമായ നയം, അതാണ് ജനപക്ഷ ബദൽ നയം. ആ ജനപക്ഷ ബദൽ നയം ഞാനിവിടെ പരാമർശിച്ച വിവിധ മേഖലകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ പരാമർശിച്ച ഈ വിവിധ മേഖലകൾ എടുത്താൽ അതെല്ലാം നടപ്പാക്കുന്നത് സർക്കാരാണ്. സർക്കാർ അത് നടപ്പാക്കുന്നത് സിവിൽ സർവീസിലൂടെയാണ്. നമ്മുടെ രാജ്യത്ത് സിവിൽ സർവീസ് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന, കേന്ദ്ര സർവീസും വിവിധ സംസ്ഥാന സർവീസുകളും ഇല്ലാതാക്കുന്ന, എല്ലാ മേഖലയിൽ നിന്നും സർക്കാർ പിന്മാറുമ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം, ഭരണ നടപടിയും ചുരുങ്ങുകയാണ്. ഭരണ നടപടി ചുരുങ്ങിയാൽ ആ ഭരണ പ്രവർത്തനം നിർവഹിക്കേണ്ട സിവിൽ സർവീസും ഇല്ലാതാവും. അതുകൊണ്ടാണ് കേന്ദ്ര സർവീസിൽ 12 ലക്ഷത്തോളം ഒഴിവുകൾ ഇന്ന് നികത്താതെ കിടക്കുന്നത്, തസ്തിക വെട്ടിക്കുറയ്ക്കുന്നത്, ഔട്ട്സോഴ്സിംഗ് നടത്തുന്നത്. അത് രാജ്യത്തെ കേന്ദ്ര സർവീസിൽ മാത്രമല്ല, സംസ്ഥാന സർവീസുകളിൽ, ഗതാഗത മേഖലകളിൽ, റെയിൽവേയിലെല്ലാം നാം കാണുകയാണ്. റെയിൽവേയിലെല്ലാം സമീപകാലത്ത് 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 19,000-ഓളം ഒഴിവുകൾ ഉണ്ടായിരുന്നു.
ആ ഒഴിവ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പരീക്ഷ മാറ്റിവെക്കുന്നു. അവസാനം വേക്കൻസി വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ അത് 9,500 തസ്തിക ഇതിനോടകം തന്നെ വെട്ടിക്കുറച്ചു. ഒഴിവുകൾ നികത്തുന്നില്ല. അത് കേന്ദ്ര സർവീസിൽ റെയിൽവേയിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ AG's ഓഫീസ് നിർത്തലാക്കുന്നതിനെ സംബന്ധിച്ച് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. മറ്റ് സർക്കാർ ഓഫീസുകൾ, കേന്ദ്ര സർക്കാർ ഓഫീസ്, നേരത്തെ BSNL സൂചിപ്പിച്ചതുപോലെ വിവിധ ഓഫീസുകൾ നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നത് നാം കാണുകയാണ്. തസ്തിക വെട്ടിക്കുറച്ചും നിയമന നിരോധനം ഏർപ്പെടുത്തിയും ഔട്ട്സോഴ്സിങ്ങും കരാർവൽക്കരണവും നടത്തിയും എല്ലാ മേഖലകളിൽ നിന്നും പിന്മാറുന്ന നവോദാരവൽക്കരണ നയത്തിൽ നിന്ന് വിഭിന്നമായി ജനങ്ങളുടെ ജീവിതാഭിവൃദ്ധി ഉറപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്ന ബദൽ നയങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷം അതിൻ്റെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നടപടി അതിൻ്റെ ഭാഗമായ ഭരണനിർവഹണം നടത്തുന്നത് സിവിൽ സർവീസാണ്. ആ സിവിൽ സർവീസിനെ ശാക്തീകരിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിന് കേരള സർക്കാർ തയ്യാറായത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ 40,000-ലധികം പുതിയ തസ്തിക സൃഷ്ടിച്ചത്. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനം ചേർന്ന മന്ത്രിസഭാ യോഗവും 2 ഡെപ്യൂട്ടി കളക്ടർമാരുടെ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നു. അത് നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചുമതലകൾക്ക് വേണ്ടി. സേവന മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മേഖലയിൽ നിന്നോ വ്യത്യസ്തമില്ലാതെ എല്ലാ മേഖലകളിലും കൂടുതൽ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് 40,000-ലേറെ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നു. നിയമനം നടത്തുന്നു. നോക്കൂ, 2,87,995 നിയമനങ്ങളാണ് പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ ഈ കാലഘട്ടത്തിൽ നടത്തിയത്. ഇന്ത്യയിൽ ഏറ്റവും അധികം PSC മുഖാന്തരം നിയമനം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് UPSCയുടെ ലെറ്റർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്, രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവീസിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തീകരിച്ചത്. ആ ലിസ്റ്റ് പൂർത്തിയാക്കുന്ന അവസാന നിമിഷം 11:58 വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിൻ്റെ വാർത്തകളാണ് മാധ്യമങ്ങളിൽ വന്നത്. അതെല്ലാം വ്യക്തമാക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് ഗ്രൂപ്പ് ഡി തസ്തിക നിർത്തലാക്കി. ഗ്രൂപ്പ് ഡിയെ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. എല്ലാ സ്റ്റേറ്റുകളും അത് നടപ്പാക്കുന്നു. ഇവിടെ ഗ്രൂപ്പ് ഡി തസ്തിക നിലനിർത്തുന്നു. അതിൻ്റെ നിയമനം നടത്തുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അനുഭവങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഗുണഭോക്താക്കളായ ഉദ്യോഗാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസം വന്നത്. അത് ലാസ്റ്റ് ഗ്രേഡ് സർവീസിലെന്നോ ക്ലാസ് 3 തസ്തികകളെന്നോ സാങ്കേതിക വിഭാഗമെന്നോ മിനിസ്റ്റീരിയൽ വിഭാഗമെന്നോ ഫീൽഡ് വിഭാഗമെന്നോ അങ്ങനെ ഒന്നും വേർതിരിവില്ലാതെ എവിടെവിടങ്ങളിലെല്ലാമാണോ ജീവനക്കാരുടെ സേവനം ആവശ്യമുള്ളത് അവിടങ്ങളിലെല്ലാം തസ്തിക സൃഷ്ടിച്ചും ആ ഒഴിവുകളെല്ലാം നികത്തിയും നിയമനങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ആ പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിച്ചുകൊണ്ട് ഭരണനിർവഹണ സംവിധാനത്തെ ആകെ കാര്യക്ഷമമാക്കുന്നു. സ്മാർട്ടിലൂടെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നതും അതിൻ്റെ നടപടി പൂർത്തീകരിക്കുന്നതിനും സ്വീകരിച്ച മാതൃകാപരമായ നിലപാടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഭരണനിർവഹണ പ്രക്രിയയെ ശാക്തീകരിക്കുന്നതിന് ഫയൽ അദാലത്തുകൾ ഉൾപ്പെടെ തീർത്തുകൊണ്ട് അതിവേഗത്തിൽ ഗവേണൻസിനെ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ട് ഫയലുകളുടെ വേഗത വർദ്ധിപ്പിച്ച് തീരുമാനമെടുപ്പിക്കാൻ നടത്തുന്ന ഇടപെടലുകൾ, ഈ സംവിധാനത്തെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി തദ്ദേശ പൊതു സർവീസ് ആണെങ്കിലും KIS ആണെങ്കിലും മറ്റു നിലയിൽ നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും ഒക്കെ സിവിൽ സർവീസിനെ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ട് വിപുലീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് സിവിൽ സർവീസിൻ്റെ വളർച്ച ജനപക്ഷ ബദൽ നയങ്ങൾ നടപ്പാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ജനപക്ഷ ബദൽ നയങ്ങൾ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ നവോദാരവൽക്കരണ നയങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലെ സിവിൽ സർവീസ് ചുരുങ്ങും. അത്തരം നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് 2002 സ്കൂളുകൾ അടച്ചുപൂട്ടി, ഓഫീസുകൾ അടച്ചുപൂട്ടി, തസ്തിക നിർത്തലാക്കി, നിയമന നിരോധനം ഏർപ്പെടുത്തിയ അനുഭവം, അതിനുവേണ്ടി നയം കേരളത്തിൽ സ്വീകരിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത അനുഭവം നമുക്കുണ്ട്. പെൻഷൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് തീരുമാനമെടുത്തത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നവോദാരവൽക്കരണ നയ വക്താക്കൾ ഈ ദിശയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ സ്വീകരിച്ചിരുന്നു. അതിനെയും പ്രതിരോധിച്ചാണ് സിവിൽ സർവീസ് ഇന്ന് എത്തിയിട്ടുള്ളത്. ആ സിവിൽ സർവീസിനെ ശാക്തീകരിച്ചും വിപുലീകരിച്ചുമാണ് ഭരണനിർവഹണ സംവിധാനത്തെ കാര്യക്ഷമമാക്കി കേരളത്തിൻ്റെ ജനപക്ഷ ബദൽ നയങ്ങൾ നടപ്പാക്കുന്നത്. ആ മാറ്റമുണ്ടാക്കുന്നതെല്ലാം
കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. ഇന്ത്യയിൽ കേരളത്തെ പ്രത്യേകമായി അവഗണിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ അവസരത്തിലേക്ക് പോകുന്നില്ല. വൈരനിര്യാതന ബുദ്ധിയോടുകൂടി രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളെ നിഷേധിച്ച്, ആനുകൂല്യങ്ങളെ നിഷേധിച്ച്, കേരളത്തിന് നൽകേണ്ട വിവിധ തട്ടുകളിലൂടെ നൽകേണ്ട ഫണ്ടുകൾ നിരാകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരം നടപടികൾ, ഫെഡറൽ തത്വങ്ങളെ ആകെ നിരാകരിച്ചു സ്വീകരിക്കുന്ന നടപടികൾ സംസ്ഥാനത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന, സാമ്പത്തിക മേഖലയെ ദുർബലപ്പെടുത്താൻ നീക്കം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. അതിൻ്റെ ഭാഗമായ പ്രയാസങ്ങൾ സിവിൽ സർവീസ് ഉൾപ്പെടെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ സമയത്ത് വിതരണം ചെയ്യുന്നതിനെല്ലാം ആ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഒരാനുകൂല്യങ്ങളും കവർന്നെടുക്കുന്നില്ല, ഒരാനുകൂല്യവും നിഷേധിക്കുന്നില്ല. അത് ബദൽ നയത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിൻ്റെ ആകെ ചെലവിൻ്റെ 75% സംസ്ഥാനത്തിൻ്റെ വരുമാനമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ 75-25 എന്നത് നേർതിരിച്ചാണ്. അത് കേന്ദ്രത്തിൻ്റെ വിഹിതം കൂടുതൽ കിട്ടുന്ന നിരവധി സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ കേരളത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ലഭിക്കുന്ന സഹായം വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആകെ ഉണ്ടാവുന്ന തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ടും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും നടപ്പാക്കിക്കൊണ്ടും ബദൽ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ആ ബദൽ നയങ്ങളാണ് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് നിദാനമാവുന്നത്, അടിത്തറയാവുന്നത്. അങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് സിവിൽ സർവീസ്, അതിൻ്റെ നിലനിൽപ്പ്. സിവിൽ സർവീസിൻ്റെ സംരക്ഷണം, ആനുകൂല്യങ്ങളുടെയും അവകാശങ്ങളുടെയും സംരക്ഷണം മാത്രമല്ല, ഈ തൊഴിലിടത്തെ കൂടുതൽ സുശക്തമാക്കുന്നതിന് വേണ്ടി, ഇതിനെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ആ ദിശയിൽ അതിൻ്റെ പ്രവർത്തനം പതിയുക. ആ മുദ്രാവാക്യത്തെ ജനങ്ങളുടെ ആകെ മുദ്രാവാക്യമാണ്, തൊഴിലാളികളുടെ ആകെ മുദ്രാവാക്യമാണ്, സിവിൽ സർവീസിൻ്റെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ തൊഴിലെടുക്കുന്നവർക്ക് അത്തരം നയങ്ങൾ നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ജീവനക്കാരായാലും മറ്റു വിഭാഗങ്ങളായാലും ആ മാറ്റത്തിൻ്റെ ഗുണഭോക്താക്കൾ, അല്ലെങ്കിൽ ആ മാറ്റത്തിലൂടെ നമ്മുടെ നാടിനുണ്ടാവുന്ന വളർച്ചയും മാറ്റവും തീർച്ചയായും തിരിച്ചറിയുകയും അത്തരം നയങ്ങൾ നടപ്പാക്കണമെന്ന് അതത് സംസ്ഥാനങ്ങളിൽ അവരെല്ലാം ഉയർത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടൊരു മാതൃകയാണ്. ആ മാതൃക കേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ അടിത്തറയാണ്. ആ മാതൃകയുമാണ് കേരള മോഡൽ വികസനമെന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ആ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ സിവിൽ സർവീസിൻ്റെയും അതിൻ്റെ കടമ നിർവഹിക്കാൻ കഴിയൂ. തീർച്ചയായും ജനപക്ഷ ബദൽ നയങ്ങളും അതിൻ്റെ നിർവഹണവും അതുമായി ബന്ധപ്പെട്ട സിവിൽ സർവീസിൻ്റെ കടമയും സിവിൽ സർവീസിൻ്റെ വളർച്ചയുമൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാവുക, ജനപക്ഷ ബദലുകൾ ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഏറെ പ്രാധാന്യത്തോടുകൂടി സിവിൽ സർവീസ് ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സിവിൽ സർവീസിനും നാടിനും വളർച്ചയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ ക്യാമ്പയിനിലൂടെ നാം മുന്നോട്ട് വെച്ച ലക്ഷ്യമാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മേഖലാ മാർച്ച് വമ്പിച്ച വിജയമാക്കാൻ എല്ലാവരുടെയും വലിയ പിന്തുണയും ഇടപെടലും ഉണ്ടാവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ചുരുക്കുന്നു. നന്ദി.